Hi all friends, welcome to MTM Political Talk. നാളെ റബീഉൽ അവ്വൽ 12. അതെ, ലോകമൊട്ടുക്കുമുള്ള മുസ്ലിങ്ങൾ വളരെ ആവേശത്തോടു കൂടി തന്നെയാണ് ഈ ദിവസത്തെ ഓർമ്മപ്പെടുത്തുന്നത്. അതിൽ ആഘോഷം പരിപാടികൾ ഉള്ള രാജ്യങ്ങളും അത് ഓർമ്മ ദിനങ്ങളായി കൊണ്ടാടുന്ന രാജ്യങ്ങളും പല വിധത്തിലുണ്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ. ഏതായാലും നമ്മുടെ സംസ്ഥാനമായ കേരളത്തിൽ വിപുലമായ രീതിയിൽ തന്നെയാണ് നബിദിനം കൊണ്ടാടുന്നത്. തീർച്ചയായും ഇന്ന് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഈ നബിചര്യ അനുസരിച്ച് മുസ്ലിങ്ങൾ അത് ജീവിക്കുകയും 1500 വർഷങ്ങൾക്ക് മുൻപ് നമുക്ക് പ്രവാചകൻ കാണിച്ചു തന്ന ഈ മാതൃകകൾ പിന്തുടരുകയും അത് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നത് തീർച്ചയായും ഒരു വലിയ സന്ദേശം തന്നെയാണ് നൽകുന്നത്. സത്യസന്ധതയും കാരുണ്യവും മാതാപിതാക്കളോടും അയൽക്കാരോടുമുള്ള സ്നേഹം, വിനയം, വിശക്കുന്നവന് ഭക്ഷണം നൽകൽ തുടങ്ങിയ പ്രവാചക മാതൃകകൾ നമ്മുടെ ജീവിതത്തിലും നമ്മൾ യാഥാർത്ഥ്യമാക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാം ചെറുപ്പത്തിൽ തന്നെ നമ്മൾ മദ്രസകളിൽ നിന്ന് നബിദിന ആഘോഷങ്ങളിൽ പങ്കുചേരുമ്പോൾ തീർച്ചയായും ആ ഓർമ്മകൾ നമ്മുടെ ജീവിതത്തിലുടനീളം അത് നിറഞ്ഞു നിൽക്കും. കാരണം നമ്മുടെ മദ്രസകൾ നബിദിനാഘോഷ പരിപാടികൾ നമ്മൾ പങ്കെടുക്കുമ്പോൾ ഇന്നും നമ്മൾ ലോകത്തിന്റെ ഏത് ഭാഗത്ത് ജീവിക്കുകയാണെങ്കിലും ആ ഭാഗങ്ങളിൽ പല ഭാഗങ്ങളിൽ വ്യത്യസ്തമായ ആഘോഷ രീതികളാണ് എന്ന് പറഞ്ഞല്ലോ. ഓരോ നാടുകളിലും നമ്മൾ ജീവിക്കുമ്പോഴും നമുക്ക് തീർച്ചയായും നമ്മുടെ ആ ചെറുപ്പകാലം, നബിദിനത്തിന്റെ ചെറുപ്പകാലം തീർച്ചയായും നമ്മുടെ മനസ്സിൽ നിറയുകയാണ്. നമ്മൾ മനസ്സുകൊണ്ട് തീർച്ചയായും നമ്മൾ ലോകത്തിന്റെ ഏത് ഭാഗത്ത് ഇരുന്നാലും ആ നബിദിനത്തിൽ നമ്മൾ പങ്കുചേരുകയും ചെയ്യുന്നുണ്ട് മനസ്സുകൊണ്ട് തീർച്ചയായും. അതുകൊണ്ട് തന്നെ 1500 വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്ന, നമുക്ക് കാണിച്ചു തന്ന മാതൃകകൾ നമ്മൾ ജീവിതത്തിൽ അത് യാഥാർത്ഥ്യമാക്കുമ്പോൾ ആ സന്തോഷം നമ്മുടെ ജീവിതം സത്യസന്ധമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ അത് നമുക്ക് വഴി കാണിച്ചു തരുമ്പോൾ തീർച്ചയായും നമ്മുടെ ഈ നബിദിനത്തിന്റെ ഓർമ്മകൾ എന്നും നിറഞ്ഞു നിൽക്കുക തന്നെയാണ്. അപ്പോൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും നബിദിനത്തിന്റെ വ്യത്യസ്തമായ രൂപത്തിലുള്ള ആഘോഷങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനമായ കേരളത്തിൽ അതിവിപുലമായി തന്നെയാണ് നമ്മൾ ചെറുപ്പം മുതൽ നബിദിനം ആഘോഷിച്ചു വന്നിരുന്നത്. നമ്മുടെ ചെറുപ്പകാലം മുതൽ തന്നെ നമ്മൾ ഈ ആഘോഷങ്ങളിൽ പങ്കാളികളായത് കൊണ്ട് തന്നെ ഈ ദിനം നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കാത്തതുമാണ്. നമ്മൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും നമ്മൾ മനസ്സുകൊണ്ട് നമ്മുടെ ചെറുപ്പം അതിലേക്ക് എത്തിച്ചേരുകയാണ്. ചെറുപ്പത്തിലായാലും വലിപ്പത്തിലായാലും പ്രായമായിട്ടായാലും ആ നബിദിനാഘോഷങ്ങളിൽ നമ്മൾ എല്ലാവരും പങ്കുചേരുന്നുമുണ്ട്. കാരണം മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന ആ വഴികളിലൂടെ തന്നെയാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നബിദിനാഘോഷം നമ്മുടെ എല്ലാവരുടെയും മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്നതുമാണ്. തീർച്ചയായും ഈ നബിദിനാഘോഷത്തിലും നമ്മുടെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. തീർച്ചയായും എല്ലാവർക്കും നബിദിനാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുകയാണ്. ഈ ചെറുപ്പകാലത്തെ നബിദിനം ഒന്ന് ഓർത്തെടുത്തത് തീർച്ചയായും നമ്മൾ എല്ലാ വിഷയത്തെക്കുറിച്ചും വീഡിയോകൾ ചെയ്യുമ്പോൾ തീർച്ചയായും നമ്മുടെ ചെറുപ്പത്തിലെ നബിദിനാഘോഷങ്ങളെ കുറിച്ചും വിശദമായി സംസാരിക്കേണ്ടതുണ്ട് എന്ന് തോന്നിയത് കൊണ്ട് തന്നെ ഏതായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി നബിദിനാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.